പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് മാതാവ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികളുടെ ജാമ്യാപേക്ഷകൾക്കൊപ്പമാണ് ഈ ഹർജിയും പരിഗണിക്കുക. ശ്രീകാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് മോർണിംഗ് ഷോയിൽ. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ 8 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് പരിഗണനയിലുള്ളത്. കഴിഞ്ഞ തവണ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ CBI അതിശക്തമായ എതിർപ്പ് ഉയർത്തിയിരുന്നു. പക്ഷേ ഈ പ്രതികൾക്ക് ആദ്യഘട്ട കുറ്റപത്രം വെച്ചതിനാൽ ജാമ്യം നൽകിയേക്കുമോ എന്നൊരു സംശയം ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതിനാലാണ് ഇപ്പോൾ ഈ സിദ്ധാർത്ഥന്റെ മാതാവ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അവരൊരു ഹർജി, ഇംപ്ലീഡിംഗ് പെറ്റീഷൻ നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മകന്റെ ഘാതകർക്ക് ജാമ്യം നൽകരുത് എന്നുള്ളതാണ്. ആ കാര്യം അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നുണ്ട്. മകന്റെ മരണകാരണം ഇപ്പോഴും വ്യക്തമല്ല. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ നിന്നും പ്രതികളുടെ പങ്ക് വ്യക്തമാണ്. അതിനാൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളണം എന്നാണ് അവരുടെ ആവശ്യം. ഈ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ വെച്ച സ്ഥിതിക്ക് സ്വാഭാവികമായും സിദ്ധാർത്ഥന്റെ അമ്മയുടെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ കോടതി ഇതിൽ വിധി പറയാൻ സാധ്യതയുള്ളൂ. അതിക്രൂരമായ ആക്രമണമാണ് സിദ്ധാർത്ഥൻ നേരിട്ടതെന്നും വൈദ്യസഹായം പോലും നൽകാൻ പ്രതികൾ തയ്യാറായില്ലെന്നും അന്തിമ റിപ്പോർട്ടിൽ നിന്നും തുടരന്വേഷണം വേണം എന്ന കാര്യം വ്യക്തമാണെന്നും ഉപഹർജിയിൽ സിദ്ധാർത്ഥന്റെ അമ്മ പറയുകയും ചെയ്യുന്നു. സ്വാഭാവികമായും കോടതിക്ക് അവരെ കേൾക്കേണ്ടി വരും. പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കൂടിയാണ്. ഇന്ന് ഈ കേസ് കോടതി പരിഗണനയ്ക്കെടുക്കുന്നുണ്ട്. SK. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.